നമ്മുടെ കൂടെ ഇന്നുള്ളത് കോഴിക്കോട് LDC പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അക്ഷയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അക്ഷയെ ഒന്ന് സ്വീകരിക്കാം. കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. അക്ഷയുടെ വീട് എവിടെയാ? വീട് കോഴിക്കോട് തന്നെ, കോഴിക്കോട് ജില്ലയിൽ വെങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. വെങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റാങ്ക് തന്നെ അടിച്ചു അല്ലേ? ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? ഫസ്റ്റ് റാങ്ക് ഒരു വിത്തിൻ ഒരു 5 ഒക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോക്കെ കൂടെ പരീക്ഷ എഴുതിയ ആളുകൾ തന്നെയാണ്. അപ്പോൾ ഓരോ വിചാരിക്കും ഞങ്ങളും ഒക്കെ നിന്നെ പോലെയൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് എത്തുന്നില്ല. അപ്പം ഞങ്ങളെക്കാൾ എന്തായിരിക്കും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ കേൾക്കാനുള്ളൊരു ആകാംക്ഷ അവർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഓരോടൊന്ന് ഷെയർ ചെയ്യാൻ വേണം. എന്താണെങ്കിലും അത്രയും നല്ലൊരു വിജയം, 1ാം സ്ഥാനം തന്നെ കരസ്ഥമാക്കി. അത് സ്വന്തം, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതി അല്ലേ? പ്രത്യേകിച്ച് അപേക്ഷിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ജില്ല കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിരുന്നോ? നേരെ കാലിക്കറ്റ്. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് പലപ്പോഴും, ഞാൻ ജില്ല ഒന്ന് മാറ്റി കൊടുക്കണോ, ചാൻസ് കൂടുതലുണ്ടോ, സ്കോപ്പ് കൂടുതലുണ്ടോ? അപ്പോൾ അതിൽ നിന്നൊക്കെ ആദ്യമേ കോഴിക്കോട് തന്നെ കൊടുത്തിട്ട് കോഴിക്കോട് തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അക്ഷയ്ക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. കാരണം പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പുറകിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ എപ്പം മുതലാണ് PSCക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്? PSCയിൽ എൻ്റെ ഫസ്റ്റ് എക്സാം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സാം സെക്കൻഡ് അസിസ്റ്റന്റ്. അത് മുമ്പത്തെ എക്സാം ആയിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പ്രിലിംസ് എഴുതി നോക്കി. അതായത് ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അല്ല, അതിൻ്റെ മുമ്പത്തെ സെക്രട്ടേറിയറ്റ്. അപ്പം ജസ്റ്റ് പ്രിലിംസ് ചെയ്ത് നോക്കി. അപ്പം എക്സാം ക്ലിയർ ആയ സമയത്ത് ലേറ്റ് ആയിട്ടാണ് കണ്ടത് ക്ലിയർ ആയത്. അന്ന് PSCയെ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം ജസ്റ്റ് മെയിൻസിന് പഠിച്ചു. അന്ന് എനിക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിലാണ് വരാൻ പറ്റിയത്. ഏകദേശം ഒരു 1 മാർക്കിനെങ്ങനെ കട്ട് ഓഫ് ബിലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ PSC നോക്കിയാൽ ആ സമയത്ത് ഞാൻ ഒന്ന് അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് വീക്കായ ഏരിയ എന്ന് വെച്ചാൽ മലയാളം വീക്കായിരുന്നു, പിന്നെ കേരള റിലേറ്റഡ് ആർട്ട് ലിറ്ററേച്ചർ ആ ഒരു ഏരിയാസൊക്കെ വീക്കായിരുന്നു, പിന്നെ കേരള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് വീക്ക്. അപ്പം ഞാൻ എൻ്റെ ഒരു അനാലിസിസിൽ കണ്ടെത്തിയെന്ന് വെച്ചാൽ ആ ഒരു കേരള റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുകയാണെങ്കിൽ നമുക്കിനി PSC ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ CBSE ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു PSC നമ്മളെ കൊണ്ട് പറ്റുമോ. ആദ്യം ഫുള്ള് മലയാളമായിരുന്നു. മലയാളത്തിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആദ്യം ഫസ്റ്റ് നോക്കിയ സമയത്തൊക്കെ പിക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആയാലും ജോഗ്രഫി അതേപോലെ ബയോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിലാകുമ്പോൾ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് നോക്കിയപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ട്രെയിൻ ചെയ്തപ്പം ബാക്കി എക്സാമിന് മുമ്പ് ഒന്ന് മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി PYQയുടെ എല്ലാം. അപ്പോൾ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയപ്പം പിന്നെ PSCയിലോട്ട് നോക്കുമായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നിട്ട് എത്രയോ ആളുകളുണ്ടാവും 10ാം ക്ലാസ് വരെയൊക്കെ CBSE ഫുൾ ടേം എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് പിന്നെ PSCയിലേക്ക് വരുമ്പോൾ മലയാളം ടേംസൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ, ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അതിനെ തരണം ചെയ്ത് വന്ന അക്ഷയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പേടിയെ പേടിക്കേണ്ട. ആർക്കാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും നമുക്ക് വർക്കൗട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മറികടന്ന് എടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ LD പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നെഗറ്റീവ് അടിച്ചു കൂട്ടുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ കുറച്ച് നെഗറ്റീവ് ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും. LDക്ക് എത്ര നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും? LDക്ക് മാക്സിമം ഒരു 6 നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ പൊതുവേ എന്ന് വെച്ചാൽ ഞാൻ ഏത് എക്സാം ആണെങ്കിലും എൻ്റെ അറ്റംപ്റ്റ്സ് ഞാൻ മാക്സിമം കൂട്ടാറുണ്ട്, പിന്നെ എലിമിനേഷൻ വെച്ചിട്ടൊക്കെ. പക്ഷേ ഈ LDക്ക് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അധികം എലിമിനേഷൻ ടെക്നിക്കൊന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം ആക്ച്വലി LD പറയുകയാണെങ്കിൽ പൊതുവേ അധികം നമ്മൾ 1.5 hour ടൈം ആ ടൈമും ഏകദേശം വേണ്ടി വന്നിട്ടില്ലായിരുന്നു ഈ ഒരു LD എക്സാമിന്. അപ്പോൾ ഇനി നമ്മളെ കുട്ടികൾക്കുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങളും ഒക്കെ നിന്നെ പോലെ തന്നെ പഠിക്കുന്ന ആളുകൾ തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ ചെയ്യാത്ത എന്ത് അഡീഷണൽ ആയിട്ടുള്ള കാര്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? മീൻസ് ഏത് എക്സാം ഞാൻ ഇതുവരെ സത്യം പറയുകയാണെങ്കിൽ ഒരു റാങ്ക് ഫയലും, ഇപ്പം പെർട്ടിക്കുലർ നെയിം എടുത്ത് പറയുന്നില്ല, ഒരു റാങ്ക് ഫയലും ഞാൻ ഇതുവരെ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുമില്ല. ഞാൻ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ സ്റ്റിക്ക് ഓൺ ടു സിലബസ്. ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏത് എക്സാം ആണോ അതിൻ്റെ സിലബസ് ഒരു A4 പ്രിൻ്റ് എടുത്ത് വെക്കും. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഓരോ ഹെഡിങ്, ഇപ്പം കേരള ഹിസ്റ്ററി ആണെങ്കിലും കേരള ജോഗ്രഫി ആണെങ്കിലും എല്ലാം അതിൻ്റെ മെയിൻ ഹെഡിങ്സും അതിൻ്റെ മീൻസ് നമുക്കറിയാം ഏതൊക്കെയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു QP അനാലിസിസ് ആണ്. ഏത് എക്സാം ആണെങ്കിലും ഒരു 2 to 3 years ബാക്കിൻ്റെ ഒരു QP നോക്കുവാണെങ്കിൽ നമുക്കൊരു അനാലിസിസ് ഒരു ട്രെൻഡ് മനസ്സിലാവും. അപ്പം നമുക്ക് തന്നെ ഒരു 100% അല്ല, ഒരു മോർ ദാൻ 60% നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇന്ന ഏരിയ വരും, ഇന്ന ഏരിയ ചോദിക്കില്ല എന്ന്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം,
സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യണം. കാരണം റാങ്ക് ഫയൽ ആണെങ്കിൽ ഏകദേശം 2 റാങ്ക് ഫയലും വോളിയം ഇപ്പം വോളിയം 1, 2, 3, 4 എല്ലാം കിടക്കുന്നുണ്ട്. ഏകദേശം 5000-6000 പേജസ് ഉണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ബേസിക്കലി സ്റ്റിക്ക് ഓൺ ടു സിലബസും PYQയും പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഏരിയാസും ഹോട്ട് ടോപ്പിക്സും നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു എക്സാമിൻ്റെ ഔട്ട് ഓഫ് 100 ആണെങ്കിൽ ഒരു 70%, ഡിഗ്രി ലെവലല്ല ബിലോ ഡിഗ്രി ആണെങ്കിൽ ഔട്ട് ഓഫ് 100 ആണെങ്കിൽ 70% നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എനിക്ക് മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് എഴുതിയ സെക്രട്ടറി എക്സാം, അതിനകത്ത് ഞാൻ 9 മലയാളം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 9 നെഗറ്റീവ് ആയിരുന്നു. ആ 9 നെഗറ്റീവ് ഇല്ലെങ്കിൽ ആ എക്സാം ക്ലിയർ ആയിരുന്നു. പക്ഷേ മലയാളത്തിൽ എൻ്റെ 9 അറ്റംപ്റ്റും 9 നെഗറ്റീവായി. പിന്നെ ഇപ്പം മലയാളം ഇമ്പ്രൂവ് ആയി വന്നത്. മലയാളം മിനിമം ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് 10 ഒരു ഓൺ എ പാർ ഒരു എബോ 8 കിട്ടുന്നുണ്ട് ഇപ്പം മലയാളത്തിൽ. അപ്പം അത് മലയാളം പഠിച്ചിട്ട് മലയാളം ഗ്രാമറൊക്കെ വീക്കായിരുന്നു. ഗ്രാമറല്ല മീൻസ് പര്യായപദം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയില്ലായിരുന്നു. പിന്നെ പഠിച്ചിട്ട് ഇപ്പം അത്യാവശ്യം ഏത് എക്സാം എഴുതുവാണെങ്കിലും മലയാളത്തിൽ ഓൺ ആൻഡ് ആവറേജ് എബോ 8 കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഏത് എക്സാം ആണെങ്കിലും ഈ മാത്സ് MEMൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും മനസ്സിലാവുന്നതോ അറിയില്ല. മീൻസ് ഞാൻ അന്ന് അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കിയതാണ്. MEM എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് 30 നമ്മളൊരു എബൌട്ട് 27 അതിലൊരു എബൌട്ട് 90% നമ്മൾ അടിക്കുകയാണെങ്കിൽ നമ്മൾ വർക്കൊരു ഹാഫ് ഡൺ ആണെന്ന് പറയാം. അപ്പം നമുക്ക് എന്തായിരിക്കും ആ ഒരു ഏരിയസ് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു എഡ്ജ് അവിടെ കിട്ടും. പിന്നെ നമ്മൾ ബാക്കിയൊക്കെ നമ്മുടെ എലിമിനേഷനും നമ്മുടെ പഠിച്ച പക്ക ഉത്തരങ്ങളും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സാം എന്തായാലും ക്വാളിഫൈ ആവും. അതെ. ഇപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിനുള്ള ആ ഒരു പ്രാധാന്യം പക്ഷേ എടുത്തു പറഞ്ഞു. നമ്മളെപ്പോഴും പറയുന്നതാണ് ആ 30 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 70 GKയിൽ നമുക്ക് ഭാരം കുറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ PSCയുടെ റൂട്ടിൽ കയറി പഠിക്കുക എന്ന് പറഞ്ഞു. ആദ്യമേ ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പൾസ് മനസ്സിലാക്കിയിട്ട് ആ പൾസിൽ കയറിയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം എല്ലാവരും വന്ന അതേ വഴികളിലൂടെയൊക്കെ തന്നെയാണ് ആദ്യത്തെ പരീക്ഷയിൽ മലയാളത്തിൽ 9 നെഗറ്റീവ് അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നെഗറ്റീവ് അടിച്ച് കൂട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പോലെ തന്നെ നെഗറ്റീവ് അടിച്ചു കൂട്ടുന്നു, സപ്ലിയിൽ പെടുന്നു, ചിലപ്പോൾ കട്ട് ഓഫിൻ്റെ ഇപ്പുറത്ത് ഔട്ടാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെ തന്നെ കണ്ട് സ്വന്തം തെറ്റുകളൊക്കെ പിന്നീട് തിരുത്തി നല്ലൊരു റാങ്കിലേക്ക് എന്ത് ചെയ്യുന്നു എത്തി എന്നുള്ളതാണ്. അപ്പോൾ LD പരീക്ഷ മാത്രം എന്ത് ചെയ്തു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്ക് അടിച്ച് നല്ലൊരു വിജയത്തോടുകൂടെ പോയത്. ഈ LDയിൽ നിൽക്കാനുള്ള ഉദ്ദേശം ഉണ്ടോ? ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നത് LDയിലെ ഫസ്റ്റ് റാങ്ക്. അതിനു മുമ്പ് ഫെയിലിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫെയിലിയേഴ്സ് അല്ല, മീൻസ് ഒരു ലെഗ് ഫാക്ടർ എന്താണെന്നറിയില്ല. ഇപ്പം ലിസ്റ്റ് നോക്കുവാണെങ്കിൽ സപ്ലിമെൻ്ററി ഡിഗ്രി എക്സാംസിൻ്റെ ആണെങ്കിലും സെക്രട്ടേറിയറ്റ് ആണെങ്കിലും LSD ആണെങ്കിലും ഹൈക്കോർട്ട് ആണെങ്കിലും എല്ലാം സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു. മെയിൻ ലിസ്റ്റിൽ വന്ന SIക്ക് ആണെങ്കിൽ ഫിസിക്കലിൻ്റെ സമയത്ത് പരിക്ക് പറ്റി. പിന്നെ ഇപ്പം ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം ഒത്തു വന്നപ്പം LD എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇപ്പോൾ കുറേ വീഴ്ചകളിലൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. സപ്ലികളിലൂടെ വീണിട്ടും പരിക്ക് പറ്റി വീണിട്ടും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു കിട്ടിയത് ഒരു സുവർണ്ണ അവസരം എന്നുള്ള നിലയ്ക്ക് LD അടിച്ചു. അത് ഫസ്റ്റ് റാങ്ക് ആയിട്ട് തന്നെ അടിച്ചു. ഇനിയിപ്പോൾ കയറി കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു ലക്ഷ്യം എന്തായിരിക്കും? വീണ്ടും ട്രൈ ചെയ്യും. ഇപ്പം നിലവിൽ ഇപ്പോൾ വന്ന റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം വന്ന ഡിഗ്രിയുടെ പ്രിലിംസ് റിസൾട്ടിനകത്ത് ഇപ്പോൾ വന്ന എഴുതിയ എക്സാംസ് എന്ന് വെച്ചാൽ SIയുടെ 2 എക്സാം ഉണ്ടായിരുന്നു. അതേപോലെ സെക്രട്ടേറിയറ്റ് പിന്നെ റേഞ്ച് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ എല്ലാ എക്സാമും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഈ ഒരു എക്സാം ഇതിപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയിരുന്നു. ഇനിയിപ്പം സ്റ്റേറ്റ് വൈസ് ആയ സെക്രട്ടേറിയറ്റ് എക്സാം ഒക്കെ ഉണ്ട്. അതിലേക്ക് ഫോക്കസ് ചെയ്യും. പിന്നെ ഫൈനൽ എന്ന് വെച്ചാൽ UPSC സിവിൽ സർവീസ് തന്നെ. UPSC സിവിൽ സർവീസ് തന്നെയാണ് ഇപ്പോഴും സ്വപ്നം കണ്ട് മുന്നേറുന്നത്. ഇപ്പോൾ തൊട്ട് മുന്നിൽ സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻസ് വരാനുണ്ട്, SIൻ്റെ മെയിൻസ് വരാനുണ്ട്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും വരാനുണ്ട്. അപ്പോൾ അത് 3 അടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഇപ്പോൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഉയരങ്ങളിലേക്ക് കൂടുതൽ എത്താൻ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഫസ്റ്റ് റാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറഞ്ഞു? ഫസ്റ്റ് റാങ്ക് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തിൻ 5 ഞാൻ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരോട് പറഞ്ഞാൽ ഒരു വിത്തിൻ 25 ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വിത്തിൻ 25 ഇതിനു മുമ്പ് വീട്ടുകാരെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് വിഷമായിരുന്നു. മീൻസ് ഓൾറെഡി നമ്മൾക്ക് ജോബ് കയറുന്നില്ല, മീൻസ് പഠിക്കുക എക്സാം ക്ലിയർ ആവുന്നില്ല, മീൻസ് ഒന്നെങ്കിലും ലെക്കിൻ്റെ ഫാക്ടർ. അപ്പം വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും ടെൻഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ആ ലെവലെത്തുമ്പോൾ നമുക്കും ആ സംഭവം മനസ്സിലാവും. അപ്പം മീൻസ് അമ്മ എന്ന് വെച്ചാൽ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മ വന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഫുൾ ഫോൺ കോൾസ് മീൻസ് ഓൾറെഡി. പിന്നെ പബ്ലിസിറ്റി കിട്ടിയെന്ന് വെച്ചാൽ ഈ സൈലത്തിൻ്റെ ഇത് വന്നതിന് ശേഷം പിന്നെ പബ്ലിസിറ്റി കിട്ടി. പിന്നെ ഫുൾ കോളിംഗ് ഉണ്ടായിരുന്നു. മീൻസ് ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടായിരുന്നു, റിലേറ്റീവ്സ് വിളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ പേപ്പറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മുടെ തൊഴിൽ വാർത്ത അതിലൊക്കെ കൊടുക്കാനായിട്ട് ആ ഒരു ഡേ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. മീൻസ് നിങ്ങൾ വൺസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്ഥിരം എന്തായിരിക്കും ഫസ്റ്റ് റാങ്ക് തന്നെ മതിയെന്ന് ആ ഒരു ഫീൽ ഓട്ടോമാറ്റിക്കലി വരും തോന്നും. അപ്പോൾ എന്തായാലും അക്ഷയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പം നമുക്കും മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടെയും ഒരു ദിവസം വരും എന്ന പ്രതീക്ഷയോടുകൂടെ നമുക്ക് കാത്തിരിക്കാം.
ഇപ്പോൾ ഇവിടെ ആൾറെഡി നേരത്തെ ടഫുള്ള കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു, കേരള ഫാക്സ് അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി. ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? ഇഷ്ടപ്പെട്ട വിഷയം ജോഗ്രഫി, പൊളിറ്റി, ആ ഏരിയാസ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇനി അക്ഷയ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഉയർന്നുയർന്ന് സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂടുതൽ ഉയരങ്ങളിൽ വെച്ച് നമുക്കൊക്കെ അക്ഷയെ കാണാൻ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.